ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം മിനു മുനീർ കൂടി ചേരുകയാണ്. മിനു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കുറ്റകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് SIT അന്വേഷിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കോടതിയുടെ ഇന്നത്തെ നടപടികളെ നോക്കിക്കാണുന്നത്? സിനിമയില് ഞാൻ കുറച്ച് വർഷങ്ങൾ ഉണ്ടായതുകൊണ്ട് സിനിമയിൽ എന്താണ് നടക്കുന്നത് A to Z ഞാൻ നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയാണ്. എനിക്കും ഒരുപാട് വിഷമങ്ങളും ദുരന്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അന്ന് ഒന്ന് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് 2 കുഞ്ഞു കുട്ടികളായിരുന്നു. അവര് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി എനിക്ക് എല്ലാം മൗനമായിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ഈ കേരള വിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നു. ഇപ്പം SIT ആണ് ഇപ്പം നമ്മുടെ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറയുകയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ ഏത് പ്രമുഖനാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് ഞാൻ ഇതിലിറങ്ങാൻ കാരണം. 13 വർഷത്തോളം ഞാൻ എന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച കാര്യങ്ങളാണ് ഞാനിത് മുന്നോട്ട് വന്ന് പറയാൻ കാരണം. എന്തെന്നറിയോ, നാളെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇനിയെങ്കിലും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഏത് ഫീൽഡിലും അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയണം. കാരണം ഞാനും ഒരു മകളുടെ അമ്മയാണ്. എന്റെ പെൺകുട്ടികളെ പോലെയാണ് ഓരോ പെൺകുട്ടികളും. അവർക്ക് നാളെ ഒരു ദുരന്ത അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പെൺകുട്ടി പോലും ഇനി ഈ കേരള നാട്ടിൽ കരയാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മുൻപോട്ട് ധൈര്യത്തോടെ വന്നത്. പക്ഷേ ഈ കേസ് 7 SIT FIR ഇട്ടു. പക്ഷെ മുകേഷിന് വേണ്ടി ബെയിൽ കൊടുത്തു. ബെയില് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കുറ്റവിമുക്തനാകുന്നില്ല, അല്ലെ? അപ്പം കേസ് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അതിന് വിചാരണ ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഇതിന് വന്നതിന് ശേഷം 50-60ഓളം പെൺകുട്ടികൾ എന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. അവർ മൊഴി കൊടുക്കാനും റെഡിയാണ്. ചെന്നൈയിൽ നിന്ന് വന്ന പെൺകുട്ടികൾ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെൺകുട്ടികൾ, ഇവരെല്ലാവരും ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് പല ജഡ്ജിനോട് 164 കൊടുക്കാൻ അവർ റെഡിയാണ്. അതുപോലെ തന്നെ മിനു, അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ? ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ ഈ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നത്? അതെ, ആർട്ടിസ്റ്റുകള്. അതുപോലെ തന്നെ ACP, റിട്ടയർഡ് ACPയുടെ ഒരു മകളെ 5 ദിവസം ഒരു ഹോട്ടലിലിട്ട് പീഡിപ്പിച്ച നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു പ്രമുഖനും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഈ കുറെ പേപ്പറുകൾ മുക്കിയല്ലോ, അത് പുറത്തു വന്നാൽ പല പ്രമുഖന്മാരും പോലീസ് ഓഫീസേഴ്സും രാഷ്ട്രീയക്കാരും ഇവിടെ എല്ലാവരും താഴെ വീഴും. അതുകൊണ്ട് തന്നെയാണ് ഈ വമ്പന്മാർ ഉണ്ടായതുകൊണ്ടാണ് അത് മറച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ എന്ത് മറച്ചു വെച്ചാലും ആരൊക്കെ എന്തൊക്കെ ദുരന്ത അനുഭവങ്ങള് അനുഭവിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടികളെല്ലാം തന്നെ ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവർ മൊഴി പറയാൻ തരാൻ റെഡിയാണെന്ന് അവർ പറഞ്ഞു വരുന്നു. ഇതിപ്പോൾ കോടതി കൂടുതൽ ശക്തമായ ഇടപെടലുകളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് കൂടുതൽ പേരുടെ തുറന്നു പറച്ചിലിന് വഴിവെക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? മാത്രമല്ല SIT ഇതെല്ലാം അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതുവരെ വന്ന കേസുകൾ ആണ് ഇതുവരെ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ബാക്കിയുള്ള ഇതിൽ പറയുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചും അന്വേഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അത് ബലപ്പെടുന്നുണ്ടോ? അത് ബലപ്പെടണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ജഡ്ജിനോടും എനിക്ക് ഇനിയും ഹൈക്കോടതിയിലും CJM കോർട്ടിലും ഫർദർ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതുണ്ട്. ഞാൻ എല്ലാ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് പ്രമുഖന്മാരുടെ അവർ ചെയ്ത ഓരോ ക്രൂവാലിറ്റീസ് ആൻഡ് അട്രോസിറ്റീസ് എനിക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് ഇനി ശരിക്കും എനിക്ക് പറയണം, ജഡ്ജിനോട് പറയണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് വെയിറ്റിംഗ്. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം 4 വർഷമാണ് ഇത് പൂഴ്ത്തിവെച്ചിരുന്നത്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹം പോലും സർക്കാരിനെ ഭയന്നു. എന്തുകൊണ്ട്? ഇത് പുറത്തു കൊണ്ടുവരാൻ. പക്ഷെ ഇനി ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ജീവൻ വധഭീഷണിയുടെ മുൻപിലാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഇനി ഈ സത്യം പുറത്തു വരാതെ ഓരോരുത്തരെയും വിടത്തില്ല. ഓരോരുത്തരും തന്നെ ചെയ്യും. പല പ്രമുഖന്മാരും രാഷ്ട്രീയക്കാരും പോലീസുകാരും. അപ്പോൾ മിനു, ഇതുവരെ പറഞ്ഞതിൽ കൂടുതൽ പറയാനുണ്ട് എന്നതാണോ?
തീർച്ചയായിട്ടും എനിക്ക് ഫർദർ സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മൊഴിയിൽ. കാരണം എന്തെന്നറിയോ, ഇപ്പം അപ്പീലിന് വന്ന നമ്മുടെ SIT വളരെ വളരെ ഇതായിട്ട് നമ്മളൊക്കെ വേണ്ടി ഓടി നടന്ന് രാത്രി ഉറങ്ങാതെ അവധി കാര്യങ്ങളൊക്കെ ഓടി നടന്ന് എല്ലാം ചെയ്തിട്ടും അവരോട് അപ്പീലിന് പോകണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ മുകേഷ് എന്ന വ്യക്തിക്ക്. ഈ മുകേഷ് എന്ന വ്യക്തിയെ ആ നാട്ടുകാർക്ക് പോലും താല്പര്യമില്ല. പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ താല്പര്യം? എന്തുകൊണ്ട് ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് ശരിക്കും ഒരു നടപടി, ജനങ്ങൾ മുഴുവനും ഇതിൽ ഇടപെടണം. നമ്മുടെ നാടിന് വേണ്ടി, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ചെയ്യണ്ട, നമ്മുടെ നാളത്തെ കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും പെൺകുട്ടികൾ ഏത് ഫീൽഡിലും അവർക്ക് ഏത് രാത്രിയിലും യാത്ര ചെയ്യാൻ കഴിയണം. ഒറ്റ മനുഷ്യര് അവരുടെ അനുവാദം തൊടാൻ പാടില്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പോവാണ് പൊക്കോട്ടെ, അത് നൺ ഓഫ് അവർ ബിസിനസ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇതുപോലെ ഈ കൂടുതലും റേപ്പിങ്ങും എല്ലാം നടന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്രയോ കലാകാരകൾ ഉണ്ടെന്നറിയോ? കലാകാരൻ അവർക്ക് ഒരു അവസരം കൊടുക്കാതെ ഇവരെന്താണ് ചെയ്യുന്നത്? ഈ മലയാളത്തിലുള്ള നടന്മാർ, ഈ പ്രമുഖ എല്ലാവരെയും ഞാൻ പറയണില്ല, എന്നാലും ഞാൻ പറയാം, ഇവരൊക്കെ പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ കുത്തുപാളയെടുത്ത് അവരുടെ കയ്യിൽ നിന്നെല്ലാം കാശും വാങ്ങിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത്? അഭിനയിക്കാൻ വന്നവരാണോ നടന്മാര്? അല്ല, അഭിനയിക്കാൻ അവർക്ക് കാശും വേണം, കൈ നിറയെ പോക്കറ്റ് നിറയെ കാശും വേണം, അതോടൊപ്പം പെൺകുട്ടികളും അവർക്ക് വേണം. പെൺകുട്ടികളെ അവർക്ക് പലർക്കും വാഗ്ദാനം ചെയ്ത് അവരെ ശരിക്കും ദുർവിനിയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാരും, എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ആഴ്ചക്കുള്ളിൽ അവർ മൊഴി പറയാൻ റെഡിയാണ്. തീർച്ചയായും. മിനു, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എത്രമാത്രം പ്രതീക്ഷയുണ്ട് താങ്കളെ സംബന്ധിച്ച്? ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്നത് ഒരു തിരിച്ചടിയായി താങ്കൾ കരുതുന്നില്ല? ആത്യന്തികമായി ഈ നിയമ പോരാട്ടത്തിൽ വിജയം നിങ്ങൾക്കൊപ്പമാണെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ അന്വേഷണത്തെ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ ഒരു കാലമല്ല. ഇപ്പോൾ നീതിക്ക് വേണ്ടി ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ജനങ്ങൾക്ക് എന്താണെന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞത് കൊണ്ട് ഇന്ന് ജനങ്ങളും നീതിയുടെ കൂടെയാണ്. സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും കൂടെയാണ് ജനങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഹേമ കമ്മിറ്റി വന്നതോടുകൂടി എല്ലാവർക്കും നല്ല സുരക്ഷിത കിട്ടുകയും ഇതിൽ നല്ലൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ SITയുടെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് കൂടുതൽ പേർക്ക് തുറന്നു പറയുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് എനിക്കിപ്പോൾ ഏർപ്പെട്ടേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, എന്റെ ഫേസ്ബുക്കിന്റെ ആക്സസ് ആരോ നശിപ്പിച്ചിരിക്കുന്നു. അതായത് എനിക്ക് 7.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് എന്റേത്. അതാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതിലെനിക്ക് ആക്സസ് ഇല്ല. അത് ആരാണ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ നഷ്ടപ്പെട്ടു അതിന്റെ ആക്സസ്? എനിക്കിപ്പോ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ someone played behind it. അപ്പോ തീർച്ചയായിട്ടും ഇന്ന് ഫേസ്ബുക്ക് അവർക്ക് ചെയ്യാൻ, നാളെ എന്നെ അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് നിന്നും. അതിനൊന്നും എനിക്ക് ഒരു പേടിയില്ല. മരിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് തന്നെ മരിക്കും. അതുപോലെ തന്നെ ഈ അപ്പീൽ എന്റെ ആദ്യം എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വന്നത്. മിനു, അത് ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഈ ഫേസ്ബുക്കിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ആരെയാണ് താങ്കൾ സംശയിക്കുന്നത്? സംശയിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഫേസ്ബുക്കിന്റെ ആക്സസ് എല്ലാം ഞാൻ SIT കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ എവിഡൻസ് കിട്ടാൻ വേണ്ടി, ഞാൻ വന്ന ട്രാവൽ ചെയ്തതെല്ലാം കിട്ടാനായിട്ടും ആർക്കൊക്കെ മെസ്സേജ് അയച്ചു അതൊക്കെ അയക്കാനായിട്ട് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഇതിൽ വേറെ ആരോ കളിച്ച എന്താണെന്ന് എന്റെ ഫേസ്ബുക്ക് ഇപ്പൊ എനിക്ക് ആക്സസ് ഇല്ല, എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അതിനകത്ത് കയറാനും പറ്റുന്നില്ല. SIT ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നോ? അറിയിച്ചു. ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളോട് ഞാൻ മുമ്പോട്ട് പോകും? എനിക്ക് ഇത് ഇങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട്. കാരണം ഞാൻ ഈ 13 ഡേയ്സ് ഞാൻ നിലം തൊട്ടിട്ടില്ല. ഞാൻ അവരുടെ കൂടെ കംപ്ലീറ്റ് കോപ്പറേറ്റ് ചെയ്തു, സഹകരിച്ചു അവരോടൊപ്പം. കാരണം അവർ അത്ര നല്ലതാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അക്സസ് കിട്ടിയിട്ടില്ല, അതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ അപ്പീലിന് പോകണ്ട എന്ന് പറഞ്ഞ അവര് SITക്കാർ ഡെഫിനറ്റ് ആയിട്ടും ദേ വേർ സപ്പോസ് ടു ഗോ ഫോർ എ അപ്പീൽ ഇൻ ഹൈക്കോർട്ട്. അപ്പം അവരോട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ 34 കേരളത്തിൽ 34 അഡ്വക്കേറ്റുകളുടെ കുടുംബമാണ് ലാസർ ആൻഡ് ലൂയിസ്.
ഞാൻ അവരെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു വരാൻ പോകുന്ന 60 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തെ സംഗീത് ലാസർ ലൂയിസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, അത് കൈമാറിയിട്ടുമുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ അത് എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുമ്പോ എല്ലാം പ്രശ്നം സത്യങ്ങൾ എല്ലാവരും അറിയും. ഇനി ഇങ്ങനെ ഒരു ചീത്ത കേരളം, കാരണം മദ്രാസിൽ നിന്ന് വന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, ഇവർക്കെല്ലാം ഭയങ്കരമായിട്ടൊരു അനുഭവമായിട്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഇതിലെല്ലാം പ്രമുഖന്മാരാണ് അവരെ മിസ്യൂസ് ചെയ്തേക്കുന്നേ. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയുടെ ഇത്രയും പേജുകൾ മുക്കിയിരിക്കുന്നത്. ഇവരെല്ലാം താഴെ പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ SIT അന്വേഷിക്കുകയാണല്ലോ ഈ കേസുകൾ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്? എങ്ങനെയുള്ള സംവിധാനത്തെ? അല്ല, ഇപ്പോൾ പറഞ്ഞില്ലേ മറ്റൊരു സംവിധാനത്തിലൂടെ ഈ പരാതികളൊക്കെ പുറത്തു വരുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന്. SIT ഈ കേസുകൾ അന്വേഷിക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാതെ അവിടെ കൊടുക്കാതെ മറ്റൊരു സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ പറഞ്ഞ മുകേഷ് എന്ന വ്യക്തി നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവര് എങ്ങനെ വേണമെങ്കിലും ഇവരോട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വിശ്വാസം പോയി ഇയാളുടെ ഇൻഫ്ലുവൻസ് കാരണം ഇവർ അപ്പീലിന് പോയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ വിത്ത് ദം. പക്ഷേ അവർക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിശ്വാസം പോയി, എനിക്കൊരു കോൺഫിഡൻസ് പോയി. എന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിലുള്ള കോൺഫിഡൻസോ? അതായത് മുമ്പോട്ട് അപ്പീലിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ മുകേഷ് എന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇല്ലേ, ചുമ്മാ ഒരു വാട്സപ്പ് കണ്ടു ഇത് കണ്ടു അങ്ങനെ അല്ലല്ലോ. ഇത് എന്താണ് ഇതാണ് നടന്നത് ശരിക്കും, അത് പോലീസിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കണേ വേണ്ടിയോ? പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ബാധ്യമാണ്, പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തുകൊണ്ട് ഈ മുകേഷിന്റെ നോക്കണില്ല, ഇടവേള ബാബുവിന്റെ ഒക്കെ? അപ്പൊ എനിക്ക് അവിടെ എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ, എനിക്ക് കുറച്ച് ടെൻഷൻ ആയിട്ടുണ്ട്. ഒരു എന്തൊക്കെ സംതിങ് ഐ ഫീലിംഗ് വെരി ബാഡ്. അതുകൊണ്ടാണ് എനിക്കിപ്പം ഐ വാണ്ട് ടു ടെൽ എവറിത്തിങ് ഓപ്പൺലി. ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട CJM കോർട്ടിലും എനിക്ക് ഫർദർ സ്റ്റേറ്റ്മെന്റ് മൊഴി കൊടുക്കാനുണ്ട്. ശരി, വളരെ നന്ദി മിനു ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്ന കാര്യമാണ് മിനു സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ കോടതി നടപടികൾ എന്തായാലും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ്. ഹൈക്കോടതി ജഡ്ജിയും ഹോം സെക്രട്ടറിയും DGP ലോ ആൻഡ് ഓർഡറും എല്ലാവരും ഞങ്ങളുടെ ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇടപെടണമെന്ന് ഞാൻ ഈ ഒരു അവസ്ഥ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ശരി 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 ഷഹനാസിലേക്ക് ഒരിക്കൽ കൂടി വരണമെന്നുണ്ടായിരുന്നു, സമയപരിമിതി കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കുക ഷഹനാസ്. എന്തായാലും കോടതിയുടെ ഇന്നത്തെ ഇടപെടലുകളിൽ കാര്യങ്ങൾ കൂടുതൽ കോടതി എന്നാലും ഈ ഗവൺമെന്റ് ഒരു അതിവേഗ കോടതിയെങ്കിലും രൂപീകരിച്ച് സ്ത്രീകൾക്ക് നീതി കൊടുക്കണമെന്ന് പറയാനുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. കാലതാ